അതിരപ്പള്ളിയിലെ കാട്ടാന ദൌത്യത്തിലെ 1ാം ഘട്ടം വിജയകരം. കൊമ്പനെ കോടനാടെത്തിച്ചു. വെറ്റിനറി ഡോക്ടർ അരുൺ സക്രിയയുടെ നേതൃത്വത്തിലാണ് ദൌത്യം ആരംഭിച്ചത്. മയക്കുവെടിവെച്ച കാട്ടാനയെ കുങ്കിയാനകളുടെ സഹായത്തോടെ അനിമൽ ആംബുലൻസിൽ കയറ്റുകയായിരുന്നു. തുടർന്നാണ് കോടനാടെത്തിച്ചത്. കോടനാട് അഭയാരണ്യ കേന്ദ്രത്തിൽ പ്രത്യേകം തയ്യാറാക്കിയ കൂട്ടിൽ ആനയ്ക്ക് വിദഗ്ധ ചികിത്സ നൽകും. കൂടുതൽ വിവരങ്ങളുമായി ജയൻ ചേരുന്നു. ജയൻ, എന്താണ് വിശദാംശങ്ങൾ? ഇന്ന് 3.5 മണിക്കൂർ നേരത്തെ ദൗത്യത്തിന് ശേഷമാണ് ഇവിടെ പരിക്കേറ്റ് പ്ലാന്റേഷൻ കാടുകളിൽ നടന്നിരുന്ന കാട്ടാനയെ കോടനാടേക്ക് കൊണ്ടുപോയത്. ഇന്ന് രാവിലെ 6 മണിക്കായിരുന്നു 2ാം ഘട്ട ദൗത്യത്തിന് തുടക്കം. ഇത് ഏറെ ഉദ്വേഗജനകമായിരുന്ന മണിക്കൂറുകളായിരുന്നു ഇവിടെ കടന്നുപോയത്. രാവിലെ 6 മണി മുതൽ ഡോക്ടർ അരുൺ സക്രിയയുടെ നേതൃത്വത്തിൽ 60ഓളം വനപാലകർ പ്ലാന്റേഷന്റെ 17ാം ബ്ലോക്കിൽ യാർഡിന് സമീപം എല്ലാ നിലയ്ക്കും സജ്ജമാക്കിയ ഒരു യുദ്ധസമാന അന്തരീക്ഷത്തിൽ നിലയുറപ്പിച്ചു. ഇതിനിടയിൽ ആന ചിക്ലായി ഭാഗത്ത് ചാലക്കുടി പുഴയുടെ ചിക്ലായി ഭാഗത്തായിരുന്നു നിന്നിരുന്നത്. അവിടെ നാട്ടുകാർ പടക്കം പൊട്ടിച്ചും മറ്റും ഈ ആനയെ പുഴയുടെ മറുകരയിലേക്ക് കടത്തി. പിന്നെ കഴിഞ്ഞ തവണത്തെ ദൗത്യത്തിൽ എന്ന പോലെ തന്നെ ആന എണ്ണപ്പന തോട്ടത്തിൽ നിലയുറപ്പിച്ചു. പിന്നീട് പ്ലാന്റേഷൻ റോഡ് മുറിഞ്ഞ് കടന്ന് ആന യാർഡിന്റെ ഭാഗത്തേക്ക് വരികയായിരുന്നു. ഇവിടെ വെച്ചാണ് ആനയ്ക്ക് മയക്കുവെടി വെച്ചത്. ഈ സമയം ഏതാണ്ട് ഒരു 6-ലധികം ആനകൾ മറ്റ് ആനകൾ ഈ പരിസരത്ത് തമ്പടിച്ചിരുന്നു. എന്തോ അരുതാത്തത് സംഭവിക്കാൻ പോകുന്ന ഒരു പ്രതീതി ജനിപ്പിച്ച വിധമായിരുന്നു ആനകളുടെ പകപ്പ് പിടിച്ച ആ സമയത്ത് നിൽപ്പ്. ഇത് മാത്രമല്ല, ഈ സമയം ഏഴാറ്റുമുഖം എന്ന ഗണപതി എന്ന ആനയും ഇവിടെ ഒപ്പമുണ്ടായിരുന്നു. ഈ പരിക്കേറ്റ ആനയോട് തൊട്ടടുത്ത് ഏഴാറ്റുമുഖം ഗണപതി നിന്നിരുന്നു. മയക്കുവെടി കൊണ്ട ശേഷം ഈ ആനയുടെ അടുത്തേക്ക് ഏഴാറ്റുമുഖം ഗണപതി ഓടിയെത്തുകയും തുമ്പിക്കൈ ചേർത്ത് പിടിച്ച് ആശ്വസിപ്പിക്കുന്ന വിധം കുറച്ചു നേരം നിന്നു. പിന്നീടാണ് ഈ ആന ഇവിടെ മയങ്ങി വീണത്. തുടർന്ന് മറ്റേ ഏഴാറ്റുമുഖം ഗണപതിയെ ഈ പരിസരത്ത് നിന്ന് ഓടിക്കുന്നതിന് വേണ്ടി പമ്പ് ആക്ഷൻ ഗൺ ഉപയോഗിച്ച് പല പ്രാവശ്യവും വനപാലകർ വെടിയുതിർത്തോടെ ആന ഏഴാറ്റുമുഖം ഗണപതി അവിടുന്ന് തിരിഞ്ഞോടി. ഈ ശബ്ദം കേട്ടതോടെ മറ്റു ആനകളും ദൂരെ നിന്നിരുന്ന മറ്റ് ആനകളും ഇവിടെ നിന്ന് പോവുകയായിരുന്നു. പിന്നെ അതിനുശേഷം വനപാലകർ വീണ ആനയുടെ അടുത്തേക്ക് പോയി ചികിത്സ ആരംഭിച്ചു. ഈ വീണ ആനയെ ഇവിടെ നിന്നും എഴുന്നേൽപ്പിക്കുന്നത് ഒരു ദൗത്യ സംഘത്തിന് ഒരു വെല്ലുവിളിയായി ഉയർന്നു. ജീവൻ നഷ്ടപ്പെടുമോ എന്ന ആശങ്ക ഈ സമയത്ത് ഒരു കാലം ഉണ്ടായിരുന്നു. അതിനുശേഷം പ്രതിരോധ മരുന്ന് കുത്തിവെക്കുകയും ആനയുടെ ദേഹത്തേക്ക് മോട്ടോർ ഉപയോഗിച്ച് വെള്ളം പമ്പ് ചെയ്യുകയും മറ്റും ചെയ്തു. അരമണിക്കൂറിന് ശേഷം ആന മെല്ലെ എഴുന്നേൽക്കുകയും ഈ സമയം കുങ്കി ആനകളുടെ സഹായത്തോടെ ആനയെ ഉയർത്തി. അതിനിടയിൽ ഒരു കുങ്കി ആനയുടെ മസ്തകത്തോടുള്ള തട്ടിൽ മറ്റേ താഴെ വീണ് കിടന്നിരുന്ന ആന ചാടി എഴുന്നേൽക്കുകയും തൊട്ടടുത്ത എലിഫന്റ് ആംബുലൻസിലേക്ക് അടുത്തേക്ക് ചെന്നു. ഇതോടൊപ്പം പരിശീലനം സിദ്ധിച്ച വനപാലകരുടെ നിർദ്ദേശമനുസരിച്ച്, അതുപോലെ പാപ്പമാരുടെ നിർദ്ദേശമനുസരിച്ച് കുങ്കിയാനകൾ ഈ ആനയെ പതുക്കെ എലിഫന്റ് ആംബുലൻസിലേക്ക് തള്ളി കയറ്റി. പൂർണ്ണമായും ആന ആംബുലൻസിൽ കയറിയതോടെ വലിയ മരം കൊണ്ടുള്ള അതിന്റെ പിൻഭാഗം, വാഹനത്തിന്റെ പിൻഭാഗം അടക്കുകയും തുടർന്ന് ഏഴാറ്റുമുഖം റോഡിൽ മലയാറ്റൂർ വഴി ആനയെ കോടനാട് എത്തിക്കുകയുമായിരുന്നു. ഇവിടുന്ന് ഏകദേശം 17 കിലോമീറ്റർ ദൂരെയാണ് കോടനാട്. ഏറ്റവും എളുപ്പമുള്ള വഴിയാണ് മലയാറ്റൂർ പാലം കടന്നുള്ള വഴി. അതിലൂടെ ആനയെ അവിടെ എത്തിക്കുകയും ചെയ്തു. ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരമനുസരിച്ച് കോടനാട് അഭയാരണ്യ കേന്ദ്രത്തിലെ ആനക്കൂട്ടിൽ ഈ പരിക്കേറ്റ ആനയെ എത്തിച്ചിട്ടുണ്ട്. അവിടെ ചികിത്സ ആരംഭിച്ചിട്ടുണ്ട്. ഡോക്ടർ അരുൺ സക്രിയ, അതുപോലെ വാഴച്ചാൽ DFO ആർ ലക്ഷ്മി തുടങ്ങിയ വനപാലക സംഘത്തിന് ഉയർന്ന
ഉദ്യോഗസ്ഥരും മറ്റും ആനയെ നിരീക്ഷിച്ച് ചികിത്സ അവിടെ ആരംഭിച്ചു എന്നാണ് നമുക്ക് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. മാതിര. ജയനാണ് വിവരങ്ങൾ നൽകിയത്. അതിരപ്പള്ളിയിലെ കാട്ടാന ദൌത്യത്തിലെ 1ാം ഘട്ടം വിജയകരമായി പൂർത്തിയായി. കൊമ്പനെ കോടനാട് എത്തിച്ചു. വെറ്റിനറി ഡോക്ടർ അരുൺ സക്രിയയുടെ നേതൃത്വത്തിലാണ് ദൌത്യം ആരംഭിച്ചത്. മയക്കുവെടി വെച്ച കാട്ടാനയെ കുങ്കിയാനകളുടെ സഹായത്തോടെ ആനിമൽ ആംബുലൻസിൽ കയറ്റുകയായിരുന്നു. തുടർന്നാണ് കോടനാട് എത്തിച്ചത്. കോടനാട് അഭയാരണ്യ കേന്ദ്രത്തിൽ പ്രത്യേകം തയ്യാറാക്കിയ കൂട്ടിലാണ് ആനയ്ക്ക് വിദഗ്ധ ചികിത്സ നൽകുന്നത്. കാട്ടാനയെ വരുതിയിലാക്കാനുള്ള ദൌത്യം ആരംഭിച്ചത് പുലർച്ചെ 5-ന്. രാവിലെ 6:40-ന് ആനയെ ലൊക്കേറ്റ് ചെയ്തു. വെറ്റിലപ്പാറയിലെ 14-ാം ബ്ലോക്കിലായിരുന്നു ആനയുണ്ടായിരുന്നത്. തുടർന്ന് ദൌത്യസംഘം അവിടെയെത്തി. 7:15-ന് ആനയെ മയക്കുവെടി വെച്ചു. അല്പദൂരം നടന്നതിന് പിന്നാലെ ആന മയങ്ങി വീഴുകയായിരുന്നു. കോന്നി സുരേന്ദ്രൻ, കുഞ്ചു, വിക്രം എന്നീ കുങ്കിയാനകളുടെ സഹായത്തോടെയാണ് മുറിവേറ്റ കൊമ്പനെ ആനിമൽ ആംബുലൻസിൽ കയറ്റിയത്.